ഹലോ, വെൽക്കം ടു അമ്മൂസ് ബേക്സ്. കുറഞ്ഞ ചെലവിൽ റെഡ് വെൽവെറ്റ് സ്പോഞ്ച് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ ബേക്കറിയിലേക്ക് കൊടുക്കുന്ന റെഡ് വെൽവെറ്റ് പേസ്ട്രി കേക്കിന്റെ സ്പോഞ്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 6 ഇഞ്ച് സ്ക്വയർ ട്രേ സൈഡിലെല്ലാം ഓയിൽ ബ്രഷ് ചെയ്ത് താഴെ ബട്ടർ പേപ്പറും വെച്ചിട്ട് മാറ്റി വെക്കണം. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/8 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്തിട്ട് നന്നായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ബേക്കറിയിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുറച്ച് നാൾ കേടുവരാതിരിക്കാനും കൊടുക്കുന്ന നമുക്ക് കുറച്ച് ലാഭം കിട്ടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും ബേക്കറിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് കമ്മീഷൻ പോകുമല്ലോ, അപ്പൊ നമുക്ക് നഷ്ടം വരാനും പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ സാധാരണ കസ്റ്റമർക്ക് കൊടുക്കുന്ന സ്പോഞ്ച് ഇതല്ല. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമേ. ബീറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇതുപോലെ സ്പാച്ചില കൊണ്ട് സൈഡിലുള്ളതൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇല്ലേ സൈഡിൽ തെറിച്ച പഞ്ചസാര അലിയാതെ കിടക്കും. ഇതാ ഇപ്പൊ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഇതുപോലെ റിബൺ ആയിട്ട് വീഴുന്ന സ്റ്റേജ് വരെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒരു 5 സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യണം. ഇനി കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ മാജിക് കളേഴ്സിന്റെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഒരു 5 സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിൽ ഒന്നുകൂടെ ബീറ്റ് ചെയ്യണം. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് ആണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ ഇടാം. 2 പ്രാവശ്യമായിട്ടാണ് ഫ്ലോർ ആഡ് ചെയ്യേണ്ടത്. ഫ്ലോർ ഇടുന്നതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 5-6 സെക്കൻഡ് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഫ്ലോർ ഇട്ട് മിക്സ് ചെയ്യണം. ബാക്കി മിക്സിംഗ് സ്പാച്ചില കൊണ്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ബീറ്റർ കൊണ്ട് ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്യാറ്. കൂടുതൽ മിക്സ് ചെയ്താൽ ബാറ്റർ ചിലപ്പോൾ താണു പോകാൻ ചാൻസ് ഉണ്ട്. അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ബാറ്റർ ട്രേയിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി ടാപ്പ് ചെയ്ത ശേഷം 175 ഡിഗ്രിയിൽ 35 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. 35 മിനിറ്റിന് ശേഷം കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ബേക്ക് ആയോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിലൊന്നും പറ്റി പിടിച്ചില്ലെങ്കിൽ ബേക്ക് ആയി എന്നാണ് അർത്ഥം. കേക്ക് നല്ലപോലെ തണുത്ത ശേഷം ട്രേയിൽ നിന്ന് എടുക്കാം. ഇതാ നോക്കിക്കേ, നല്ല ഹൈറ്റും കറക്റ്റ് കളറും 3 ലെയർ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് കേക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ്.